നമ്മുടെ പ്രധാനമന്ത്രി ആദ്യത്തെ ബജറ്റ് 2014-15 ബജറ്റില് പിന്നെ BJP ഗവൺമെന്റ് അതിലെ നരേന്ദ്രമോദിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഞാൻ 5 ടീകളിലൂടെ ടീയിൽ തുടങ്ങുന്ന 5 പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്തൊക്കെയാണ്? ടെക്നോളജി, അതായത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ട് ഇന്ത്യയെ വളർത്തും. 2, ട്രെയിനിങ്, ടെക്നോളജി വന്നാൽ ട്രെയിനിങ് കൊടുക്കണം അല്ലേ? ടെക്നോളജി പഠിപ്പിക്കണം, ടെക്നോളജി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ട്രെയിനിങ് കൊടുക്കണം, അതായത് ഇന്റേൺഷിപ്പ് പോലെയുള്ള ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടി ടെക്നോളജി, രണ്ടാമത്തെ ടി ട്രെയിനിങ്, മൂന്നാമത്തെ ടി ട്രേഡ്. അപ്പൊ ഉൽപാദനം, അതായത് ടെക്നോളജി വർദ്ധിച്ചു, ട്രെയിനിങ് കൊടുത്തു, ഉൽപാദനം വർദ്ധിക്കുന്നു, അപ്പൊ പിന്നെ ട്രേഡ് വർദ്ധിക്കണ്ടേ? അങ്ങനെ ട്രേഡിനെ വർദ്ധിപ്പിക്കും. പിന്നെ ടൂറിസം, ട്രഡീഷൻ, ഇതാണ് 5 ടി അദ്ദേഹം പറഞ്ഞത്. ട്രഡീഷൻ എന്ന് പറഞ്ഞത് ഇപ്പൊ നടപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ട്രഡീഷൻ എന്ന് പറയുന്ന രാമ ടെമ്പിൾ ഇപ്പൊ അത്യുജ്വലമായിട്ട് പൂർത്തിയാക്കി തൊണ്ടിയായിട്ട് കാണിക്കുന്നു. ഞാൻ പറഞ്ഞ 5 ടീകളിൽ 5ാമത്തെ ടി ടൂറിസം അല്ല ട്രഡീഷൻ. നമ്മുടെ ട്രഡീഷൻ, അതായത് രാമ ടെമ്പിൾ ഇതാ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ 5ാമത്തെ ടി അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? 4ാമത്തെ ടിക്ക് പ്രത്യേകിച്ച് ഉത്തേജനം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ടൂറിസം വളരുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ 3 ടെക്നോളജി, ട്രേഡ്, ട്രെയിനിങ്, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ പ്രഹരമേൽക്കപ്പെട്ടത്. എന്തുകൊണ്ട് പ്രഹരമേറ്റു എന്നാണ് ഞാൻ പറയുന്നത്? എൻ്റെ സുഹൃത്തുക്കളെ, എപ്പോഴും ഒരു ഇക്കോണമി നന്നായിട്ട് വളരണമെങ്കിൽ എന്താ വേണ്ടത്? നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ്, നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷനുള്ള രാജ്യമായി നമ്മൾ മാറിയ കഴിഞ്ഞ ഓഗസ്റ്റിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന, ഇന്ത്യയിലെ ജനങ്ങളുടെ ശരാശരി ഏജ് 28.5 വയസ്സാണ്. അതുകൊണ്ട് യൂത്ത്ഫുൾ ആയിട്ടുള്ള പോപ്പുലേഷനാണ് ഇന്ത്യയുടേത്. അത് തന്നെയാണ് ഇന്ത്യയുടെ ഡിവിഡൻഡ് എന്ന്. അത് ഇന്ത്യയുടെ ഡിവിഡൻഡ് ആകണമെങ്കിൽ എന്താ വേണ്ടതെന്നും കൂടി അദ്ദേഹം ഓർക്കണം. എന്താണ് വേണ്ടത്? ആ ഒരു കുട്ടിയെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കും മുതൽ ആ കുട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ആരോഗ്യത്തിൽ. പോസ്റ്റ് നെയ്റ്റൽ ആൻഡ് പ്രീനെയ്റ്റൽ ഗർഭപാത്രത്തിൽ വെച്ച്, പോസ്റ്റ് നെയ്റ്റൽ ജനനത്തിന് ശേഷം. അപ്പൊ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇൻവെസ്റ്റ്മെന്റ് കുട്ടിയിൽ നടത്തിയാൽ മാത്രമേ ആ കുട്ടി വളർന്ന് നല്ല ആരോഗ്യവും ബുദ്ധിയുമുള്ള പൗരനാകൂ. അപ്പോഴേ അവിടേക്ക് ടെക്നോളജിയും ട്രെയിനിങ്ങും കടന്നു വരുവുള്ളൂ. അപ്പൊ അവിടെ എന്താ വേണ്ടത്? ടെക്നോളജിയും ട്രെയിനിങ്ങും കടന്നു വരണമെങ്കിൽ എന്താ വേണ്ടത്? വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വിദ്യാഭ്യാസത്തിൽ വേണം. അതായത് 5% GDP-യുടെ 5% മുകളിൽ വേണം വിദ്യാഭ്യാസത്തിലെ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ഇന്ത്യയിൽ കഷ്ടകാലം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഏത് ബജറ്റ് എടുത്ത് നോക്കിയാലും വിദ്യാഭ്യാസത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് 3% താഴെയാണ്. ആരോഗ്യത്തിനുള്ള പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ബജറ്റിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റും 2% താഴെയാണ്. അത് ഇക്കഴിഞ്ഞ ബജറ്റിലെ 1% താഴെയാണ്. ഓർമ്മിക്കണം, 2017 എന്താ പറയുക, ദേശീയ ആരോഗ്യ നയം നരേന്ദ്രമോദി ഗവൺമെന്റ് തന്നെ കൊണ്ടുവന്ന 2017 ദേശീയ ആരോഗ്യ നയം എന്താ പറയുന്നത്? 2022 ആകുമ്പോഴത്തേക്കും കേന്ദ്രം 2.5% GDP-യുടെ 2.5% ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ സംസ്ഥാനങ്ങൾ അവരുടെ GSDP-യുടെ 8%, ഓർമ്മിക്കുക, GSDP-യുടെ 8% ആരോഗ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്താണ് സംസ്ഥാനങ്ങൾ കൂടുതലും കേന്ദ്രം കുറവും? സംസ്ഥാന പിന്നെ സബ്ജക്റ്റ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് കൺകറന്റ് ലിസ്റ്റിലാണ്. എങ്കിലും അതിൽ പ്രയോറിറ്റി എപ്പോഴും സംസ്ഥാനങ്ങൾക്കാണ്. അങ്ങനെ വരുമ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ വരുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും വളരെ കുറച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യ, അത് ശരിയാണെന്ന് വെക്കുന്നതല്ലേ? നമ്മൾ കോവിഡ് കാലത്ത് വടക്കേ ഇന്ത്യയിലെ നദികളിലൂടെ ഒഴുകി നടക്കുന്ന കണ്ട ഡെഡ് ബോഡീസ് ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ പോലും ലഭ്യമല്ലാത്തത് കൊണ്ടാണ് കോവിഡ് മുഖാന്തരം മരിച്ചവരെ പുഴയിൽ തള്ളിക്കളഞ്ഞത്. അത്തരം ഒരു അവസ്ഥ ഇന്ത്യയിലേ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ ഒരവസ്ഥ ഉണ്ടായാൽ അത്തരം ഒരു രാജ്യത്ത് പോപ്പുലേഷൻ ഒരു ഡിവിഡൻഡായി മാറുകയില്ല. പോപ്പുലേഷൻ ഡിവിഡൻഡായിട്ട് മാറണമെങ്കിൽ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം. അതാണ് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ കാണിച്ചു തരുന്നത്. അമേരിക്കയിലേക്കൊന്നും പോകണ്ട. ചൈന നമ്മളെ പോലെ ഒരു വികസ്വര രാഷ്ട്രമാണ്. ചൈന പോലും 5% കൂടുതലാണ് വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഹെൽത്തിലും അതുപോലെ വളരെ ഉയർന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈന നടത്തുന്നത്. അപ്പൊ അങ്ങനെ ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ഇല്ല കേരളത്തിൽ, ഇന്ത്യയിൽ എന്നതുകൊണ്ടാണ്, അതായത് ILO അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്
തൊഴിലില്ലായ്മ ഇത്ര രൂക്ഷമായി വർദ്ധിക്കാൻ ഇടവന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു പോയത് തന്നെയാണ്. അപ്പൊ അതിന് മറ്റെന്തെങ്കിലും എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ട് കാര്യമില്ല. ബജറ്റിൽ ഒന്ന് പറയുക എന്നിട്ട് അത് പ്രാവർത്തികമാക്കാതിരിക്കുക. ബജറ്റിൽ പറയുന്നത് തന്നെ വളരെ ചെറിയ തുകയാണ്, എന്നിട്ട് അതുപോലും ചെലവഴിക്കാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? അതുപോലെ വേറെ ഈ ILO ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു ഒന്നുണ്ട്. അതായത് SC/ST, അതായത് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് സ്ത്രീ പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും, അതായത് ജനറൽ കാറ്റഗറിയിലെ സ്ത്രീകൾക്കും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും തൊഴിൽ നൈപുണ്യം വളരെ കുറവാണ്. നൈപുണ്യക്കനുസരിച്ചുള്ള തൊഴിലുകൾ പോലും ലഭ്യമാകുന്നില്ല. അപ്പൊ ഇത്തരം വലിയ ന്യൂനതകളാണ് നമ്മുടെ സമ്പദ്ഘടനയെ പറ്റി, നമ്മുടെ തൊഴിൽ സൃഷ്ടിയെ പറ്റി ഒക്കെ ILOയുടെ കണ്ടെത്തലുകൾ. ഇത് കണ്ടാൽ, ഇത് കേട്ടാൽ മാത്രം പോരാ, ഇത് മാറ്റിയെടുക്കാനായിട്ട് വളരെ ശക്തമായ നടപടികൾ ഇപ്പൊ ഇന്ത്യൻ ബജറ്റ് മാത്രമേ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നുള്ളൂ. ഇനി പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ പുതിയ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആയാലും ആ ഗവൺമെന്റ് വളരെ ശക്തമായ നടപടികളോടുകൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. അല്ലെങ്കിൽ ഈ തൊഴിലില്ലായ്മ, ഇപ്പൊ നമുക്കറിയാം കേരളത്തിലും ഇന്ത്യയിലും തൊഴിലില്ലായ്മ നിരക്ക് ഇത്ര ശക്തമായിട്ട് വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടികൾ ഉടനെ നാട് വിടുന്നത്. കേരളത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്ര, തമിഴ്നാട്, എങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 12ാം ക്ലാസ് കഴിയുമ്പോഴേ കുട്ടികൾ ഇന്ത്യ വിടുകയാണ്. അത് നമുക്കുണ്ടാക്കുന്നത് ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല, നമുക്കത് ഉണ്ടാക്കുന്നത് ബ്രെയിൻ ഡ്രെയിനിനേക്കാൾ ഉപരി വലിയ ഫിനാൻഷ്യൽ ഡ്രെയിനും ഉണ്ടാക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഡ്രെയിൻ അതായത് 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ബാങ്ക് വായ്പ എടുത്താണ് ഈ കുട്ടികളൊക്കെ വിദേശ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത്. അവർ വിദ്യാഭ്യാസം മാത്രം ലക്ഷ്യം വെച്ചല്ല പുറത്തോട്ട് പോകുന്നത്. അവിടെ തന്നെ പഠിച്ച് കഴിഞ്ഞ് അവിടെ തന്നെ എന്തെങ്കിലും ജോലിയിലായി അവിടെ സെറ്റിൽ ചെയ്യുക. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കാൻ പോലും അവർ റെഡിയാണ്. അപ്പം അത്തരം ഒരു അവസ്ഥയല്ല ഇന്ത്യയിൽ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി കരുപിടിപ്പിച്ചു കൊടുക്കേണ്ടത്. നല്ല ടെക്നോളജി, അതായത് നല്ല വിശ്വവിജ്ഞാന കേന്ദ്രങ്ങൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടാകണം. ടെക്നോളജി അപ്ഗ്രഡേഷൻ എല്ലാ സമസ്ത മേഖലകളിലും വേണം. അതൊക്കെ ട്രെയിനിങ് ആയിട്ട്, ഇന്റേൺഷിപ്പായിട്ട് കുട്ടികളിലേക്ക് വരണം. കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒത്തിരി മാറ്റം വരണം. അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ബ്രെയിൻ ഡ്രെയിൻ കുറയുകയുള്ളൂ. ഈ ബ്രെയിൻ ഡ്രെയിൻ, ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല, ഇന്ത്യക്ക് പ്രയോജനപ്പെടുത്തേണ്ട ബുദ്ധി മാത്രമല്ല ഒഴുകി പോകുന്നത്, ഇവിടെ നിന്ന് ഫിനാൻസും പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ വായ്പയെടുത്ത് വിദേശത്ത് പഠിക്കാൻ പോകുന്നു. അതിലധികവും തിരിച്ചടയ്ക്കാത്ത ലോണായി പോകുന്നു. നോൺ പെർഫോമിംഗ് അസറ്റ്സ് ബാങ്കിങ് സെക്ടറിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ഉദാഹരണത്തിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പോകൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും വിദ്യാഭ്യാസ വായ്പയായിട്ട് എടുത്ത 90,000 കോടിയാണ്, ഒന്നും രണ്ടുമല്ല, 90,000 കോടിയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് കിട്ടാക്കടമായി ഇതിനകം മാറിയിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ മൂലധനമായി, ഇവിടെ വിദ്യാഭ്യാസ വികസനത്തിനായി ഒക്കെ ചെലവഴിക്കേണ്ട കോടികളാണ് ഇങ്ങനെ വിദേശത്തേക്ക് ചേക്കേറുന്നത്. നമ്മുടെ കുട്ടികൾ ചേക്കേറുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ മൂലധനവും അങ്ങോട്ട് പോകുന്നു. ഇത് രണ്ടും നമുക്ക് അനുവദിക്കാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മെച്ചപ്പെട്ട ക്വാളിറ്റിയിലുള്ള വിദ്യാഭ്യാസം ഇവിടെ ലഭ്യമാകണം. അതുപോലെ അതിനുവേണ്ട മൂലധനവും ഇവിടെ തന്നെ ചെലവഴിക്കപ്പെടണം. ആ ഒരവസ്ഥ സംജാതമാക്കാൻ അങ്ങനെ ഒരു പ്രോമിസ് നമുക്ക് തരുന്ന ഗവൺമെന്റിനെ വേണം നാം കൊണ്ടുവരാൻ. അഥവാ വന്നു കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ തരത്തിൽ ഭരണം, അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ ആ തരത്തിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കണം നാം. കാരണം അത് നമ്മുടെ ഭാവിയുടെ, ഇന്ത്യയുടെ ഭാവിയുടെ വാശിയാണ്. അപ്പോഴാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർന്ന ശിരസ്സുമായി ജീവിക്കുവാൻ എനിക്ക് കഴിയണമേ എന്ന് നമുക്ക് പറയാൻ കഴിയുക.